ആദരിക്കാനുള്ള ഒരു മകളെ നിനക്ക് അല്ലാഹു തആല നൽകോ. വീണ്ടും ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, വമൻ അക്കവാലിദൈ, ആരാണോ മാതാപിതാക്കളോട് പിണങ്ങി നിൽക്കുന്നെങ്കിൽ ഖസറതു ഫീ ഉംരി, അവന്റെ ആയുസ്സിനെ ഞാൻ ചുരുക്കിക്കളയുന്നതാണ്, അവനെ പെട്ടെന്ന് ഞാൻ അങ്ങ് മരിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇനിയോ മരിപ്പിച്ചില്ലെങ്കിലോ വവഹബതു ലഹു യഅഖൂബ്, അവനെ ധിക്കരിക്കുന്ന മകനെ നമ്മൾ അവന് കൊടുക്കുക തന്നെ ചെയ്യൂ. മകളെ, നിന്റെ മാതാപിതാക്കളെ ബഹുമാനിച്ചില്ല എങ്കിലോ നിന്നെ ബഹുമാനിക്കാത്ത മകളെ അല്ലാഹു തആല ജീവിതകാലത്ത് തന്നെ തരുള്ളൂ എന്ന് മഹാനായ കലീമുല്ലാഹി മൂസാ. ചെറിയ മക്കളെ കാണുമ്പോ, ഉപ്പാപ്പാനെ കാണുമ്പോ ഉപ്പാപ്പാനെ ബഹുമാനിക്കുന്ന നമ്മുടെ മക്കളെ കാണണം. ഉപ്പാപ്പയോട് പറയുന്ന വർത്തമാനങ്ങൾ മക്കള് കേൾക്കുന്നുണ്ട്, ഉമ്മാമയോട് പറയുന്നത് പേരമക്കള് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് പെരുമാറുന്ന പെരുമാറ്റം നമ്മൾ മെച്ചപ്പെടുത്തിയാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആ ഉപ്പയെപ്പോലെ വയസ്സരാകുമ്പോ നമ്മുടെ മക്കളും നമ്മെ ആദരിക്കുള്ളൂ, നമ്മെ ബഹുമാനിക്കുള്ളൂ. കുറേ കാലം മുമ്പ് ഞാനൊരു കഥ വായിച്ചു, ഒരു കഥ പുസ്തകത്തിൽ. ആ കഥ പുസ്തകത്തില് ഒരു ചെറിയൊരു അണുകുടുംബം, ചെറിയൊരു കുടുംബം. ആ ചെറിയ കുടുംബത്തിൽ ഒരു അച്ഛനുണ്ട്, ഒരു മകനുണ്ട്, ചെറിയൊരു കുട്ടി മകനായിട്ടുണ്ട്, ഒരമ്മയുണ്ട്, ഒരു അപ്പൂപ്പനുണ്ട്. അപ്പൂപ്പന് വയസ്സായി. അച്ഛൻ ഗൾഫിലൊക്കെ പോയി വലിയ സമ്പന്നനായി വലിയൊരു വീട് കയറ്റി. ആ വീട് നല്ല സൗകര്യമുള്ള വീട് നിർമ്മിച്ചപ്പോൾ വീടിന്റെ ഒരു മൂലയിൽ പുറം ഭാഗത്ത് വേറെ സെപ്പറേറ്റ് റൂം ഉണ്ടാക്കി. ആ സെപ്പറേറ്റ് റൂമിലാണ് പ്രായമുള്ള അപ്പൂപ്പനെ കൊണ്ടുപോയി അച്ഛൻ കിടത്തുന്നത്. ഇതാര് കാണുന്നുണ്ട്? കുട്ടി കാണുന്നുണ്ട്. അതിന് അപ്പൂപ്പനുള്ള തുണിയും കുപ്പായവും, അയാൾക്ക് കിടക്കാനുള്ള സൗകര്യവും, കഴിക്കാനുള്ള ഭക്ഷണവും, അദ്ദേഹത്തിന് ഉപയോഗിക്കാനുള്ള പാത്രവും, അതൊക്കെ ആ സെപ്പറേറ്റ് റൂമിലാണ്. വിലപിടിപ്പുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയ വീടിന്റെ ഉള്ളിലേക്ക് അപ്പൂപ്പനെ കയറ്റിയില്ല. കാരണം എന്താ? അപ്പൂപ്പൻ വെറ്റിലയാവക്കും, അപ്പൂപ്പൻ ചിലപ്പോ കാർക്കിച്ച് തുപ്പും, അപ്പൂപ്പൻ ചിലപ്പോ മൂത്രമൊഴിക്കും. ഇതൊക്കെ ഉണ്ടാവുമ്പോൾ വീട് വൃത്തികേടാവും എന്ന് മനസ്സിലാക്കി വേറെ ഒരു സെപ്പറേറ്റ് റൂം. അങ്ങനെ അപ്പൂപ്പൻ കുറച്ച് കഴിഞ്ഞ ശേഷം മരിച്ചുപോയി. മരിച്ചുപോയപ്പോ അപ്പൂപ്പന്റെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ ഈ കുട്ടി വീട്ടിലേക്ക് ഓടി വന്നു. അപ്പൂപ്പൻ കടന്നിരുന്ന റൂം ആ കുട്ടി കഴുകി വൃത്തിയാക്കി. അപ്പൂപ്പൻ ഉപയോഗിച്ചിരുന്ന കട്ടിൽ ഒതുക്കി മാറ്റിവെച്ചു. അപ്പൂപ്പൻ ഉപയോഗിച്ചിരുന്ന പാത്രം കഴുകി വൃത്തിയാക്കി അലമാരന്റെ ഉള്ളിൽ കൊണ്ടുവച്ചു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും പുതപ്പും തലയണുമെല്ലാം കെട്ടി ഭദ്രമാക്കിയിട്ട് ആ കുട്ടി സൂക്ഷിച്ചു വെച്ചു. ഇതൊക്കെ നേരെ അച്ഛൻ കാണുന്നുണ്ട്. അപ്പൊ അച്ഛന് ചോദിച്ചു, അല്ല മോനെ, നീ ഇപ്പൊ എന്തിനാ അതൊക്കെ എടുത്തു വെച്ച? അപ്പൂപ്പനേതായാലും പോയില്ലേ, ഇനി അതൊക്കെ കത്തിച്ച് കളയാനുള്ളതല്ലേ, എന്തിനാ അതൊക്കെ എടുത്ത് അലമാറിന്റെ ഉള്ളിൽ കൊണ്ടുവെക്കണമെന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞ്, ഇന്നലെ ഇപ്പൊ അപ്പൂപ്പനത് ഉപയോഗിച്ചു, കുറച്ച് കഴിഞ്ഞ് നിങ്ങളും ആകുമല്ലോ അപ്പൂപ്പ അന്നൊക്കെ എടുത്തതാണ് തന്നെ. നിങ്ങളും ആകുമല്ലോ കുറച്ച് കഴിഞ്ഞ വയസ്സിന്, അങ്ങനെ വയസ്സായി കഴിഞ്ഞാൽ ഞങ്ങൾക്കും വേണ്ടി വരുമല്ലോ അത്, അന്നൊക്കെ എടുത്തച്ചാണ്. കഥയാണെങ്കിലും അർത്ഥമുള്ള കഥയാണ്. നമ്മളെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന നമ്മളെ മക്കളെ കാണുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കളോട് പറയുന്ന വാക്കുകൾ നമ്മുടെ മക്കൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ഒക്കെ തിരക്കാണ്. എല്ലാ കുട്ടികളും ഇംഗ്ലീഷ് മീഡിയത്തിന്റെ തിരക്കല. എന്ത് പറഞ്ഞു കുട്ടികൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി, എന്ത് പറഞ്ഞാലും വേണ്ടില്ല. ഞാനിപ്പോ അതേമാതിരിങ്ങനെ ഒരു മദ്രസയിൽ ഒരു പഠന ക്ലാസ് നടത്തുമ്പോൾ ക്ലാസ് നടത്താൻ വേണ്ടി പോയപ്പോ ഇംഗ്ലീഷ് മീഡിയത്തിനെ വല്ലാതെ ആക്ഷേപിച്ച് പറഞ്ഞു. അപ്പോ സദസ്സൊന്നും ഒരു ആചാര്യ നീച്ചിട്ടാണ്, മോലേ നിങ്ങളിങ്ങനെ ഇംഗ്ലീഷ് മീഡിയത്തിന് അങ്ങനെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട, നമ്മളെ പേരക്കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയതിനു ശേഷം നല്ല വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള റാഹത്താണ്. ഞാൻ ചോദിച്ചു എന്താ വിഷയം ചോദിച്ചു. ഒന്നുമില്ല, എന്റെ കുട്ടികളൊക്കെ എന്റെ പേരക്കുട്ടികളൊക്കെ കണ്ട് സ്കൂൾ വിട്ടും കാണാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ കണ്ട് വരുമ്പോ
പേരക്കുട്ടികളൊക്കെ എന്റെ സ്വന്തം മകനെ വിളിക്കണ പേരിങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിനൊരു കുളിർമയാണ്. ഞാൻ ചോദിച്ചു എന്താ വിളിക്കല്? മൈ ഡോഗ് എന്നാ വിളിക്കല്. അപ്പൊ ഡോഗിന്റെ അർത്ഥം തന്തക്ക് മനസ്സിലായിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പൊ കുട്ടികൾ എന്താ ഇംഗ്ലീഷ് ആയാൽ മതി, എന്തു പറഞ്ഞാലും ശരി. മാത്രമല്ല ഇംഗ്ലീഷിൽ ഇപ്പൊ ഞമ്മക്ക് ചീത്ത അറിയാണെങ്കിലും വലിയ വിഷമൊന്നും ഉണ്ടാവില്ല. എന്ത് എന്റെ വാപ്പാന്റെ തലടാന്ന് പറഞ്ഞാൽ ഞമ്മക്കൊക്കെ ഒന്ന് ചൂടി പിടിച്ചു. എന്റെ വാപ്പാന്റെ തല നമ്മള് ചിലപ്പോൾ ചീത്ത പറയുമ്പോൾ നമ്മൾ പറയാൻ വർത്താനാണ് എന്റെ വാപ്പാന്റെ തല. അത് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ എന്റെ ഫാദറിന്റെ ഹെഡ് പറഞ്ഞാല് കൈകോട്ടെ പ്രശ്നമല്ല, അതൊരു വിഷയമുള്ള കാര്യമാണ്. ഫാദറിന്റെ ഹെഡ് പറഞ്ഞാൽ നമുക്കൊരു വിഷയം ഉണ്ടാവില്ല. മലയാളത്തിൽ പറഞ്ഞ വിഷയം തന്നെ. അപ്പൊ ഇംഗ്ലീഷ് ഞാൻ പറ്റ ആക്ഷേപിക്കല്ല. ഇന്നിപ്പോ കാലം വളരെ മോശമായിട്ടുള്ളത്. ബാപ്പാന്ന് വിളിക്കാൻ കുട്ടിയേക്ക് മടിയ, ഉമ്മാന്ന് വിളിക്കാൻ മക്കൾക്ക് മടിയ, മമ്മി, പിന്നെന്താ വേറെന്താ ഡാഡി. ഞാൻ നാളെ ടിൻറ്റുമോനോട് ചോദിച്ച് ബാപ്പാക്കും ഉമ്മാക്കും എന്താ ഇംഗ്ലീഷ് പറയാം. അപ്പൊ ടിൻറ്റുമോൻ പറഞ്ഞ് ഡാഡി എന്നാ പറയില്ല. ബാപ്പാക്കും ഉമ്മാക്കും കൂടി ഡാഡിയോ അല്ല, ബാപ്പാക്ക് ഇടാ ഉമ്മാക്ക് ഇടിയാണ്. അതാ പറഞ്ഞ് ഇംഗ്ലീഷ് ഒന്ന് കൂടുതൽ പഠിപ്പിച്ചോളി. അതിന്റെ കൂടെ നമ്മളെയൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങളൊന്ന് പഠിപ്പിക്കുക. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. നീ മാതാപിതാക്കളെ ബഹുമാനിച്ച് മരിച്ചു കഴിഞ്ഞാൽ ഒതേയോ എന്റെ സഹോദരന്മാരെ, വമന്നക വാലിദൈഹി, മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുന്നു, മാതാപിതാക്കളോട് ഒരാള് പിണങ്ങി നിൽക്കുമ്പോ ഖസറതു ഫീ ഉംരിഹി, അവന്റെ ആയുസിനെ നമ്മൾ കുറച്ചു കളയുന്നുണ്ട്. പോരാ വവഹബതു ലഹു യഉഖുഹു, അവനവന്റെ മാതാവിനെ വെറുപ്പിച്ചതുപോലെ, അവന്റെ പിതാവിനെ വെറുപ്പിച്ചതുപോലെ വെറുപ്പിക്കാനുള്ള മക്കളെ അല്ലാഹ് കൊടുക്കുക തന്നെ ചെയ്യോ. ആയതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ തിരുദൂതർ പറയുള്ളൂ, അൽ അബ്ദുൽ മുതീഉ ലിവാലിദൈഹി വൽ മുതീഉ ലിറബ്ബിൽ ആലമീൻ ഫീ അഅലൽ ഇല്ലീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ഓ എന്റെ സഹോദരന്മാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാളെ മാതാപിതാക്കളെയും അല്ലാഹുവിനെയും വഴിപ്പെട്ട് ജീവിക്കുന്നവനാണെങ്കിൽ ഫീ അഅലൽ ഇല്ലീൻ, സ്വർഗലോകത്ത് ഉയർന്നമായ സ്ഥാനം കൈവരിക്കാൻ അല്ലാഹു തആല അവന് അവസരം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈഹി ഇലയ്യൽ മസീർ. സൂറത്തുൽ ലുഖ്മാനിന്റെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, മാതാപിതാക്കളെ ബഹുമാനിച്ചോളണോ, ഉമ്മയെ പ്രത്യേകം ആദരിച്ചോളണോ. നിന്റെ ഉമ്മ അമുസ്ലിമാണോ, നിന്റെ ഉപ്പ അമുസ്ലിമാണോ, എന്നാലും ആ ആദരവ് നിലനിൽക്കുക തന്നെ വേണോ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടി വരികയാ. എന്നിട്ട് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അതേ എന്റെ പോറ്റുമ്മ വന്നിട്ടുണ്ടോ? എന്റെ പോറ്റുമ്മ ഇസ്ലാമിലില്ല. എന്നെ പോറ്റി വളർത്തിയ ഉമ്മയാണ്, പക്ഷേ മറ്റൊരു മതത്തിലാണുള്ളത്. എന്നാൽ ആ ഉമ്മയെ ഞാൻ ആദരിക്കണോ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്മാ ബീവി റളിയല്ലാഹു തആല ചോദിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ അസ്മായിനോട് പറഞ്ഞു, വേണം അസ്മാ,
ഉമ്മ മറ്റൊരു മതക്കാരിയായാലും ആദരിച്ചോളണോ, ഉപ്പ മറ്റൊരു ആദർശക്കാരനായാലോ ഉപ്പയാണ് എന്ന പരിഗണന കൊടുത്തോളണോ. അല്ലാഹുവിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അറിയാലോ, സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ വലാ തുതിഉഹുമാ വസായിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. നിന്റെ മാതാപിതാക്കളെ ഇസ്ലാമിന് വിരുദ്ധമായ വല്ല കാര്യങ്ങളും പറയുകയാണെങ്കിൽ ആ വിരുദ്ധമായ ആശയങ്ങൾ നീ പിന്തുടരേണ്ടതില്ല. പക്ഷേ അതിനു പകരം അവരോട് ദുന്യാവിൽ നീ വെറുപ്പ് പ്രകടിപ്പിക്കല്ലേ. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, അവരോട് മാന്യമായി നീ പെരുമാറിക്കോളണോ എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയതോ സഅദ് ഇബ്നു മാലിക് തങ്ങൾ പറയുള്ളൂ, ഉൻസിലത് ഹാദിഹിൽ ആയത്തു ഫിയ്യാ, ഈ ആയത്തിറക്കിയത് എന്റെ വിഷയത്തിലാണ്. കാരണം ഞാൻ എന്റെ ഉമ്മായ വല്ലാതെ സ്നേഹിക്കുന്നവനാണ്, എന്റെ ഉമ്മായ വല്ലാതെ ആദരിക്കുന്നവനാണ്, എന്റെ ഉമ്മായ വല്ലാതെ സ്നേഹിക്കുന്നവനാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ ഞാൻ ഇസ്ലാം മതത്തെ എന്റെ മതമായി സ്വീകരിക്കുമ്പോ എന്റെ ഉമ്മ എന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ സഅദ്, ഓ എന്റെ സഅദേ, മാ ഹാദല്ലദീ അറാക ഖദ് അഹദസ്ത. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ വന്ന് പറഞ്ഞു, ഓ സഅദേ, നീ ഏതോ ഒരു പുതിയ ആശയം പിന്തുടർന്നു എന്ന് ഞാൻ കേട്ടുവല്ലോ. നീ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകത്വം അംഗീകരിച്ച് മുസ്ലിമായി എന്ന വർത്തമാനം കേട്ടുവല്ലോ. അതുകൊണ്ട് മുആദ്, സഅദേ, നീയാ ചെയ്യുന്നത് ശരിയല്ല. ലതദഅന്ന ദീനക ഹാദാ, നിന്റെ മതത്തെ നീ ഒഴിവാക്കിക്കോളണം. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ മതത്തെ നീ ഒഴിവാക്കിക്കോളണം. ഔലാ ആകിലു, അല്ലെങ്കിൽ ഞാൻ ഒരു വസ്തുവും തിന്നൂല, ഒരു വസ്തുവും ഞാൻ കുടിക്കൂല, പട്ടിണി കിടന്നങ്ങ് ചാകും. ഹത്താ അമൂത, മരിക്കുന്നത് വരെ ഞാനൊന്നും തിന്നാതെ ഇവിടെ ജീവിക്കും. അങ്ങനെ അങ്ങ് പട്ടിണി കിടന്നങ്ങ് മരിക്കോ. അതുകൊണ്ട് മുഹമ്മദിന്റെ മതത്തെ നീ ഒഴിവാക്കണേ സഅദ് എന്ന് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മാലിക് തങ്ങളോട് ഉമ്മ വന്ന് പറയുമ്പോ സഅദ് തങ്ങളെ മനസ്സ് പൊട്ടാൻ തുടങ്ങി. എന്റെ ഉമ്മയെങ്ങാനും പട്ടിണി കിടന്ന് മരിച്ചു പോയാൽ നാട്ടുകാരല്ല ഉമ്മയെ കൊന്നവനെ എന്നെ വിളിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഉമ്മായോട് വന്ന് സഅദ് പറഞ്ഞു, ഉമ്മ ഭക്ഷണം കഴിക്കണേ, വെള്ളം കുടിക്കണേ. ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചത് അല്ലാഹുവിനെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളെ പട്ടിണി കിടക്കല്ലേ ഉമ്മ. ഒന്നാമത്തെ ദിവസം പട്ടിണി കിടന്നു, രണ്ടാം ദിവസവും പട്ടിണി കിടന്നു, മൂന്നാം ദിവസവും പട്ടിണി കിടക്കുന്നത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട സഅദ് തങ്ങൾ വന്നുകൊണ്ട് പറഞ്ഞു, ഓ എന്റെ ഉമ്മ, തഅലമീ വലൗ വല്ലാഹി ലൗ കാനത് ലകി മിഅതു നഫ്സിൻ ഫഖറജ നഫ്സൻ നഫ്സാ. ഓ ഉമ്മ, നിങ്ങൾക്ക് 100 ശരീരങ്ങളുണ്ടെന്ന് സങ്കൽപ്പിക്കുക. ഓരോ ദിവസത്തിലും ഓരോ ശരീരത്തെയും പട്ടിണി കിടന്ന് നശിപ്പിക്കുകയാണെങ്കിൽ തന്നെ ലമ്മതുറുകുദീനഹാദാ, ഞാൻ ഈ മതത്തെ ഒഴിവാക്കൂല ഉമ്മ. നിങ്ങൾ 100 തവണ മരിച്ചാലും പരിശുദ്ധ ദീനിൽ ഇസ്ലാമിനെ ഞാൻ ഒഴിവാക്കൂല.
റസൂലുള്ളാഹി തങ്ങളെ ഞാൻ തള്ളിപ്പറയൂല. ഞാൻ ഈ മതത്തെ ഒഴിവാക്കുമെന്ന് വിചാരിച്ച് നിങ്ങളെ പട്ടിണി കിടക്കണ്ട. വൈദാ ശിഅ്തി ഫകുലീ വൈദാ വഇൻ ശിഅ്തി ലാ തഅകുലീ. വേണമെങ്കിൽ തിന്നോളൂ, വേണമെങ്കിൽ കുടിച്ചോളൂ. ഞാൻ എന്റെ ആദർശത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ടൊരു ഫലമില്ല. ഞാൻ ആദർശത്തെ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്, നിങ്ങളോട് എനിക്ക് സ്നേഹവുമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. ഓ എന്റെ സഹോദരന്മാരെ, ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കേണ്ടത് നമ്മൾ അല്ലാഹുവിനെ ആയിരിക്കണം. അല്ലാഹുവിന് ശേഷം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിരിക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയേക്കാൾ, നമ്മുടെ സമ്പത്തിനേക്കാൾ, നമ്മുടെ ശരീരത്തിനേക്കാൾ, നമ്മുടെ മക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മുടെ മാതാവിനെയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യൂസീകും ബിഉമ്മഹാതികും, ഇന്നല്ലാഹ യൂസീകും ബിഉമ്മഹാതികും, ഇന്നല്ലാഹ യൂസീകും ബിൽഅഖറബി ഫൽഅഖറബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങളെ ഉമ്മയോട് മാന്യമായി പെരുമാറണം. പോരാ വീണ്ടും നബി തങ്ങൾ പറഞ്ഞു, ഉമ്മാനെ ശ്രദ്ധിക്കാൻ അല്ലാഹു തആല നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നുണ്ട്. 2 തവണ ഉമ്മാനെ പറഞ്ഞതിന് ശേഷമാ ഇന്നല്ലാഹ യൂസീകും ബിൽ അഖറബി ഫൽ അഖറബി. അത് കഴിഞ്ഞാൽ മറ്റു കുടുംബങ്ങളെ കുറിച്ചുള്ള വസിയ്യത്ത് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ ഹസൻ ബസരി തങ്ങൾ പറയുള്ളൂ, ലിൽവാലിദതി സുലുസാനി മിനൽ ബിർരി വലിൽ വാലിദി അസ്സുലുസു. അതേ ഗുണത്തെ 3 ഭാഗിക്കുകയാണെങ്കിൽ ആ 3 ഭാഗത്തിൽ നിന്ന് 2 ഭാഗവും നീ ചിലവഴിക്കേണ്ടത് നിന്റെ ഉമ്മാക്കാണ്. അത് കഴിഞ്ഞിട്ട് 1 ഭാഗമേ പിതാവിനുള്ളൂ എന്ന് മഹാനായ ഹസൻ ബസരി. പിതാവിനെയും മാതാവിനെയും സ്നേഹിക്കുക എന്ന ആ സ്നേഹത്തെ നീ 3 ഭാഗിക്കുകയാണെങ്കിൽ 2 ഭാഗവും നീ കൊടുക്കേണ്ടത് നിന്റെ ഉമ്മാക്കാണ്. 3-1 ഭാഗം മാത്രമേ ഉപ്പാക്കുള്ളൂ. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്. മാത്രമല്ല, ഫർളല്ലാത്ത നിസ്കാരങ്ങൾ, സുന്നത്തായ നിസ്കാരത്തിലേക്ക് ഒരാളെ കടന്നു വരുമ്പോ അയാൾ നിയ്യത്ത് വെച്ച തക്ബീർ ചൊല്ലി ആ തക്ബീറോടുകൂടെ നിസ്കാരത്തിലേക്ക് കടല്ലോ. നിസ്കരിക്കുന്നത് സുന്നത്താണെങ്കിൽ പോലോ നിന്റെ പിതാവ് വന്ന് വിളിച്ചാൽ നീ മറുപടി കൊടുക്കേണ്ടതില്ല. നേരെ മറിച്ച് നിന്റെ ഉമ്മയാണോ വിളിക്കുന്നതെങ്കിൽ സുന്നത്ത് നിസ്കാരം ഒഴിവാക്കിക്കോ. ഇതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി, ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതാണ്. അതേ ബഹുമാനപ്പെട്ട ഇമാം മഖ്ഹൂൽ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട മഖ്ഹൂൽ തങ്ങൾ പറയുന്നു, ഇദാ ദഅതക വാലിദതുക വ അൻത ബിസ്സലാഹ. നീ നിസ്കാരം, സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നതിനിടയിൽ നിന്റെ ഉമ്മ വന്ന് വിളിക്കുമ്പോ ഫഅജിബ്ഹാ, ആ ഉമ്മാക്ക് നീ മറുപടി കൊടുത്തോളണോ. വ ഇൻ ദഅക അബൂക, നിന്റെ ഉപ്പയാണ് വിളിക്കുന്നതെങ്കിൽ ഫലാ തുജിബുഹു, ഉപ്പാക്ക് നീ മറുപടി കൊടുക്കേണ്ടതില്ല. അത്രയും വലിയ ആദരവാണ് നമ്മുടെ ഉമ്മയോട് നമ്മൾ പെരുമാറുമ്പോ. ഓ എന്റെ രക്ഷിതാക്കളെ, ഞാനിത് പറയുമ്പോ നിങ്ങളൊക്കെ എങ്ങനെ കരുതുവോ, ഞാനല്ലേ അവനെ വളർത്തിയത്, ഞാനല്ലേ അവന് ഭക്ഷണം കൊടുത്തത്,
ഞാനല്ലേ അവന് വസ്ത്രം വാങ്ങിക്കൊടുത്തത്. എന്നിട്ട് എന്റെ മകൻ കൂടുതൽ സ്നേഹിക്കേണ്ടത് ഉമ്മയെയാണോ? ഞാനും നിങ്ങളതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാ. ഞാനും എന്റെ വീട്ടിലെ ഒരു പിതാവാണ്. ഞാൻ ഉമ്മമാരെ ഒപ്പിച്ചു പറയുകയല്ല. ഉമ്മമാരെ മറക്കാൻ ഒരു കാലത്തും നമ്മക്കൊണ്ട് കഴിയൂല കേട്ടോ. لأمك حق لو علمت كثيرك يا هذا عليك يسير. മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മയോടുള്ള ബാധ്യതയെ നീ മനസ്സിലാക്കുകയാണെങ്കിൽ ലൗ അലിമുത കസീറു, ധാരാളമുണ്ട് ഉമ്മയോടുള്ള ബാധ്യതകള്. കസീറുക യാ ഹദാ അലൈക യസീറു, നിന്റെ ഉമ്മ നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൊള്ള നോക്കുമ്പോ ഉമ്മയോട് നീ ചെയ്യുന്ന കടപ്പാടുകൾ മുഴുവനോ ചെറിയതാണ് കേട്ടോ. وكم ليلة باتت بفكرك تشتكي لها من جواها نته وزفير. നിനക്ക് രോഗം വരുമ്പോ രോഗം നിനക്കാണെങ്കിലും കിടന്നുറങ്ങാതെ നിന്നട നിന്റെ മാതാവാണല്ലോ. നിനക്ക് ചെറിയൊരു തലവേദന വന്നപ്പോ നീ ഉറങ്ങാതെ കിടക്കുമ്പോ നിന്റെ തലയുടെ ചാരത്ത് വന്നുകൊണ്ട് ഉറക്കൊഴിവാക്കിയതാരാണ്? നിന്റെ ഉപ്പയല്ല, നിന്റെ ഭാര്യയല്ല, നിന്റെ മക്കളല്ല. പ്രായമെത്രയായാലും നിന്റെ ഉമ്മ ഹയാത്തിലുണ്ടെങ്കിൽ ആ ഉമ്മയാണ് ഉറക്കൊഴിവാക്കി നിന്റെ തലയുടെ ചാരത്ത് വന്ന് നിൽക്കുന്നത്. لها من جواء نتوى زفير. ഓ എന്റെ സഹോദരന്മാരെ, മാതൃഹൃദയത്തെ നമ്മൾ മനസ്സിലാക്കണം. ഉമ്മയെ കുറിച്ച് നമ്മൾ നല്ലവണ്ണം ചിന്തിച്ചോളണം. وكم واصلت عنك العذاب يمينها وما هجرها إلا لديك سرير. നിന്റെ ശരീരത്തിൽ നിന്ന് മ്ലേച്ഛമായ നജസ് പുറത്തേക്ക് വരുമ്പോ, മൂത്രം പുറത്തേക്ക് വരുമ്പോ, അതേ നീ പോയി മറക്കിരിക്കുമ്പോ, നിന്റെ ശരീരത്തിൽ നിന്ന് മ്ലേച്ഛത പുറത്തേക്ക് വന്നാൽ നിന്റെ സ്വന്തം ശരീരത്തിലുള്ള മ്ലേച്ഛതയാണെങ്കിലോ നീ കഴുകുന്നത് ഇടത് കൈ കൊണ്ടല്ലേ. എന്നാ മലദ്വാരമായാലോ മുൻദ്വാരമായാലോ വലത്തേ കൈകൾ കൊണ്ട് വിസർജനം നടത്തിയ ശരീരത്തിന്റെ അവയവങ്ങള് വലത് കൈ കൊണ്ട് കഴുകി വൃത്തിയാക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അതെ, അത് നമ്മുടെ ഉമ്മയാണ് കേട്ടോ. وكم واصلت عنك العذاب يمينها. ഒരു പ്രാവശ്യമല്ല, എത്രയോ തവണയാ നിന്റെ കൈകാര്യം ഉമ്മയുടെ വലത് കൈകൊണ്ട് നിന്റെ ശരീരത്തിലുള്ള മ്ലേച്ഛതകളെ കഴുകി വൃത്തിയാക്കിയത്. വമാഹിജുറുഹാ ഇല്ലാ ലദൈക സരീറു. ആ ഉമ്മയല്ലായിരുന്നു നിന്റെ കട്ടില് മുഴുവനോ, ഉമ്മയല്ലായിരുന്നു നിനക്കുള്ള പട്ടുവസ്ത്രങ്ങള്, ഉമ്മയുടെ മടിയായിരുന്നില്ലയോ നീ തലചായ്ച്ച് കിടന്നിരുന്നത്, ഉമ്മയുടെ മാരിടാനില്ലായിരുന്നു നിന്റെ കിടപ്പറ. വമാഹിജുറുഹാ ഇല്ലാ ലദൈക സരീറു. وكم مرة جاءت وأعطتك قوتها حنانا وإشفاقا وأنت صغير.
എത്ര പ്രാവശ്യമാ നമ്മുടെ ഉമ്മ നമ്മോട് കള്ളം പറഞ്ഞത്, എത്ര പ്രാവശ്യമാ നമ്മുടെ ഉമ്മ നമ്മോട് കൊള്ളു പറഞ്ഞത്, എത്ര പ്രാവശ്യമാ നുണ പറഞ്ഞത്. വീട്ടിലെ ഭക്ഷണമില്ലാതിരുന്നപ്പോ നിനക്ക് വിശക്കുന്നെന്ന് കണ്ടപ്പോ അവിടെയുണ്ടായിരുന്ന ഭക്ഷണം മുഴുവനും നിന്റെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് നീ കഴിച്ചോ മോനെ എന്ന് പറഞ്ഞ് നമ്മുടെ ഭക്ഷണപാത്രത്തിലേക്ക് ഭക്ഷണം കോരിയിടുമ്പോ ഉമ്മ നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടയോ, ഉമ്മ നിങ്ങൾക്ക് വിശക്കുന്നില്ലയോ എന്ന് നമ്മുടെ മാതാവിനോട് ചോദിക്കുമ്പോ എത്ര പ്രാവശ്യമാ എനിക്ക് ഭക്ഷണം വേണ്ട മോനെ, എനിക്ക് വിശക്കുന്നില്ല മോനെ. وكم مرة جاءت وأعتتك قوتها. നീ ഭക്ഷണം കഴിക്കാതെ വരുമ്പോ ഉമ്മ പട്ടിണി കിടന്ന് നിനക്ക് ഭക്ഷണം തന്നുപോയി. ഇനാനായി സ്വതാക്കൾ വഅൻത സഗീറു. നീ ചെറിയ കുഞ്ഞാകുമ്പോ നിന്നോടുള്ള വാത്സല്യമാ ഉമ്മാക്കുണ്ടായിരുന്നത്. അങ്ങനത്തെ മാതാവിന്റെ വില മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ഉമ്മയൊന്ന് പിരിഞ്ഞുപോയാലേ ഉമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയോ മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളായാലും മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ആയാലും മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളായാലും ഏതെല്ലാം മഹാന്മാര് ഉന്നതമായ സ്ഥാനങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ ആ സ്ഥാനങ്ങളെല്ലാം കൈവരിച്ചത് ഉമ്മയുടെ പൊരുത്തം കൊണ്ട് മാത്രമാണ്. പോരാ ഉമ്മയുടെ പൊരുത്തം വാങ്ങുമ്പോ നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരാൻ കാരണമാണ് നമ്മുടെ മാതാവ്. ദോഷം പൊറുക്കും ഉമ്മാനെ കൊണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാളെ കയറി വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഓ ഇബ്നു അബ്ബാസ് തങ്ങളെ, ഇന്നി ഖതബതു ഇംറഅ, ഞാനൊരു പെണ്ണിനെ കല്യാണാലോചന നടത്തി. ഞാനൊരു പെണ്ണിനെ കല്യാണാലോചന നടത്തി. فأبت أن تنكحني وخطبها غيري. ആ പെണ്ണിന് എന്നെ വിവാഹം ചെയ്യുന്നത് താല്പര്യമില്ല. ഞാനല്ലാത്ത വേറൊരാള് വന്നു ആ പെണ്ണിനെ വിവാഹാലോചന നടത്തിയപ്പോ فأجبت أن تنكحه, മറ്റേ ആൾക്ക് വിവാഹത്തിനുള്ള സമ്മതം കൊടുത്തു. ഞാൻ പോയി കല്യാണാലോചന നടത്തിയപ്പോൾ ആ പെണ്ണ് സമ്മതിച്ചില്ല. വേറെ ഒരാള് വന്ന് കല്യാണാലോചന നടത്തിയപ്പോൾ ആ മനുഷ്യന് വിവാഹത്തിനുള്ള സമ്മതം കൊടുത്തു. അങ്ങനെ ബഗിറുതു അലൈഹാ, ഞാൻ ആ പെണ്ണിനെ വല്ലാതെ ദേഷ്യം വെച്ചുപോയി. ഫഖതൽതുഹാ. ഇബ്നു അബ്ബാസ് തങ്ങളോട് പറയുന്ന ആ പെണ്ണിനോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ ആ പെണ്ണിനെ വകവരുത്തി കൊന്നങ്ങ് കളഞ്ഞു. ഫഹല്ലി മിൻ തൗബ. ഇബ്നു അബ്ബാസ് തങ്ങളെ, എനിക്ക് തൗബയുണ്ടോ? ഞാൻ ആ പെണ്ണിനെ കൊന്നിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടോ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇബ്നു അബ്ബാസ് തങ്ങൾ ആ ചെറുപ്പക്കാരനോട് തിരിച്ചു ചോദിച്ചു, ഉമ്മുക ഹയ്യൽ, നിന്റെ ഉമ്മ ജീവനുള്ളയാളാണോ? നിന്റെ ഉമ്മ ഹയാത്തുള്ളവരാണോ? ഉടനെ തന്നെ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല ഇല്ല, എന്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്.
എന്നാ ഫതുബ് ഇലല്ലാഹി വതഖറബ് ഇലൈഹി മസ്തതഅത. നിന്റെ ഉമ്മ ഹയാത്തില്ല എങ്കിലോ, നിന്റെ മാതാവ് ഹയാത്തില്ല എങ്കിലോ യജമാനനായ റബ്ബിലേക്ക് നീ കഴിയുന്ന പരമാവധി തൗബ ചെയ്തോ എന്ന് പറഞ്ഞ് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളെ പറഞ്ഞു വിടുമ്പോ, ഓ എന്റെ സഹോദരാ, ഉടനെ തന്നെ ഇബ്നു അബ്ബാസ് തങ്ങളെ ശിഷ്യനിൽ നിന്ന് ഒരാള് ശിഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു, ലിമ സഅൽതഹു അൻ ഹയാതി